ചിന്തയിലെ ബഹുസ്വരതയ്ക്ക് പ്രാധാന്യം ഏറിവരുന്ന ഇന്നത്തെ സമൂഹത്തിൽ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ യഥാർത്ഥ ക്രിസ്തു സന്ദേശം നൽകുന്നതിൽ ശ്രദ്ധേയമായ സ്വാധീനമാണ് ചെലുത്തേണ്ടതെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ചാലഞ്ചേരി വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലെ പൗരസ്ത്യ വിദ്യാഭ്യാസ പീഠത്തിൽ പുതിയതായി നിലവിൽ വന്ന സ്വതന്ത്ര തത്വശാസ്ത്ര വിഭാഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കർദിനാൾ. പൗരോഹിത്യ സന്യസ്ത പരിശീലനത്തിൽ തത്വശാസ്ത്ര അടിത്തറ പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടന സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. കത്തോലിക്ക തത്വശാസ്ത്ര പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വയാധികാര ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തിയതോടുകൂടി ഉന്നത പഠനത്തിലുള്ള ഭാവി സാധ്യതകളുടെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ഫാക്കൽറ്റികൾക്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയായി വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലെ പൗരസ്ത്യ വിദ്യാഭ്യാസ പീഠം മാറട്ടെയെന്നും കർദിനാൾ ആശംസിച്ചു. Let us be united in our commitment to witness Jesus and his gospel in our own times. Let us be thankful to all who toiled hard in many ways for the growth of Paurasya Vidya Peetha. We have many other dreams to be fulfilled. As I just mentioned, we need to work hard for more faculties here at this institute, and we have to develop the institutes of philosophy and also of canon law. റവറൻഡ് ഡോക്ടർ ജോൺസൺ നീലനിരപ്പൽ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടറായി സ്ഥാനമേറ്റു. കത്തോലിക്ക തത്വശാസ്ത്ര പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വയം അധികാര ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ തത്വശാസ്ത്ര വിഭാഗം. ഈ ഒരു അംഗീകാരം കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണെന്നും അറിവും വൈദഗ്ധ്യവും നിറഞ്ഞ ഭാവി പുരോഹിതരെയും നേതാക്കളെയും രൂപപ്പെടുത്തുന്നതിൽ ഈ സ്ഥാപനത്തിന് നിർണായക പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് വടവാതൂർ സെമിനാരി കമ്മീഷൻ ചെയർമാനും കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്തയുമായ മാർ മാത്യു മോലക്കാട്ട് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. That our institute will play a crucial role in shaping the future priests and leaders of our society and will provide them with the skills and knowledge they need to succeed in their varied ministries. റവറൻഡ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ റോമിലെ കത്തോലിക്ക വിദ്യാഭ്യാസ കാര്യാലയം പുറത്തിറക്കിയ തത്വശാസ്ത്ര പഠന വിഭാഗത്തെ സ്വയം അധികാര സംവിധാനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് വായിച്ചു. അതോടൊപ്പം പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാശന കർമ്മം മാർ ജോർജ് ആലഞ്ചേരി നിർവഹിക്കുകയും ചെയ്തു. 1962 റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി അഫിലിയേറ്റ് ചെയ്ത അക്കാദമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ച വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ ദൈവശാസ്ത്ര വിഭാഗത്തോടൊപ്പം തന്നെ തത്വശാസ്ത്ര വിഭാഗവും ആരംഭിച്ചിരുന്നുവെങ്കിലും ദൈവശാസ്ത്ര വിഭാഗത്തിന് കീഴിലായിരുന്നു തത്വശാസ്ത്ര വിഭാഗം പ്രവർത്തിച്ചിരുന്നത്. 1982 ജൂലൈ 3 റോമിലെ കത്തോലിക്ക വിദ്യാഭ്യാസ കാര്യാലയം വടവാതൂർ സെമിനാരിയിലെ പഠന വിഭാഗത്തെ പൗരസ്ത്യ വിദ്യാപീഠം എന്ന സ്വതന്ത്ര സ്ഥാപനമായി മാറ്റുകയും ദൈവശാസ്ത്ര പഠന വിഭാഗത്തെ സ്വയം അധികാര സംവിധാനമായി ഉയർത്തുകയും ചെയ്തു. ഇതിൻ പ്രകാരം ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡോക്ടറേറ്റ് എന്നിവ നൽകാൻ അധികാരമുള്ള സ്ഥാപനമായി പൗരസ്ത്യ വിദ്യാപീഠം മാറി. കഴിഞ്ഞ 3 വർഷങ്ങളായി റോമിലെ കത്തോലിക്ക പഠന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് നൽകിയ നിർദ്ദേശങ്ങളുടെയും ഫലമായാണ് 2022 ഡിസംബർ 12 ഈ പുതിയ സംവിധാനം അനുവദിക്കപ്പെട്ടത്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, പൗരസ്ത്യ വിദ്യാപീഠം പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ ആൻഡ്രൂസ് മേക്കാട്ടുകുന്നേൽ, സെമിനാരി റക്ടർ റവറൻഡ് ഡോക്ടർ സ്കറിയ കന്യാകോണിൽ, റവറൻഡ് ഡോക്ടർ സിറിയക് വലിയകുന്നുംപുറത്ത്, റവറൻഡ് ഡോക്ടർ ജോൺസൺ നീലനിരപ്പേൽ എന്നിവർ പ്രസംഗിച്ചു. ഷക്കീന ന്യൂസ്, കോട്ടയം.